വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു കഴിഞ്ഞു. എന്നാൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കവേ സംസ്ഥാനത്ത് അസാധാരണമായ പ്രോട്ടോകോൾ വിവാദം ഗവർണർ മുഖ്യമന്ത്രി പോരും മുറുകിയ കാഴ്ചയും നമ്മൾ കണ്ടു. രാവിലെ 10 മണിക്ക് നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തമിഴ്നാട് മാതൃകയിൽ നടത്തണമെന്നായിരുന്നു വി.ഡി. സതീശന്റെ ആവശ്യം. അത് രാജ്ഭവൻ കർശനമായിട്ട് നിരസിച്ചതോടെയാണ് തർക്കം പരസ്യമായി മാറിയത്. തമിഴ്നാട്ടിൽ സാധാരണയായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോൺഗ്രസ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളും ഒന്നിച്ച് വേദിയിൽ അണിനിരന്നുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കാറുള്ളത്. ഇതേ മാതൃക കേരളത്തിലും പിന്തുടരണമെന്നും സത്യപ്രതിജ്ഞാ സമയത്ത് മന്ത്രിമാർക്കും ദേശീയ നേതാക്കൾക്കും ഒരേ വേദിയിൽ സ്ഥാനം നൽകണമെന്നുമാണ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യത്തെ പാടെ തള്ളിക്കളഞ്ഞ ലോക്ഭവൻ തമിഴ്നാട് മാതൃക കേരളത്തിൽ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഔദ്യോഗിക പ്രോട്ടോകോൾ പ്രകാരം ഗവർണറും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് വേദിയിൽ സ്ഥാനമുള്ളത്. മന്ത്രിമാരെയും കോൺഗ്രസ് ദേശീയ നേതാക്കളെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും സത്യപ്രതിജ്ഞാ വേദിയിൽ മുൻകൂട്ടി ഇരുത്തുവാനോ നിൽക്കുവാനോ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഗവർണറും ലോക്ഭവനും ഉറച്ചുനിന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യവും അവിടുത്തെ രാജ്ഭവൻ പ്രോട്ടോകോളും വ്യത്യസ്തമാണെന്നും കേരളത്തിലെ നിലവിലുള്ള നിയമപരമായ ചട്ടങ്ങൾ ലംഘിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ലോക്ഭവന്റെ വാദം. എന്നാൽ ലോക്ഭവന്റെ ഈ വിലക്കുകളെയും ഗവർണറുടെ നിലപാടിനെയും പൂർണ്ണമായിട്ടും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനായിരുന്നു കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെ തീരുമാനം. ആ തീരുമാനം തന്നെ അവർ നടത്തിയ കാഴ്ചയും നമ്മൾ ആ വേദിയിൽ കണ്ടു. ലോക്ഭവൻ നിഷേധിച്ച അതേ തമിഴ്നാട് മാതൃകയിൽ തന്നെ സത്യപ്രതിജ്ഞ നടത്തുവാൻ അവർ തീരുമാനിച്ചു നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുന്ന തൊട്ടു മുൻപ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മന്ത്രിമാരും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും അണിനിരന്ന വേദിയിലേക്ക് നേരിട്ട് എത്തി. ഗവർണറുടെ അനുമതിയില്ലാതെ തന്നെ നേതാക്കൾ സ്റ്റേജിൽ അണിനിരുന്നതോടെ ചടങ്ങ് വലിയൊരു രാഷ്ട്രീയ ശക്തി പ്രകടനമായിട്ട് മാറി. മന്ത്രിസഭയുടെ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കടുത്ത പോരിലേക്ക് നീങ്ങാൻ ഇത് കാരണമായി. വരും ദിവസങ്ങളിൽ കേരള ഭരണകൂടത്തിൽ ഉണ്ടാകാൻ പോകുന്ന വൻ പ്രതിസന്ധികളുടെ സൂചന ഇപ്പോൾ തന്നെ നൽകിയിരിക്കുകയാണ്. ഗവർണറുടെ ഔദ്യോഗിക നിർദ്ദേശങ്ങളെ പരസ്യമായിട്ട് ലംഘിച്ചുകൊണ്ട് തമിഴ്നാട് മാതൃകയിലുള്ള സത്യപ്രതിജ്ഞയുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയുടെ നടപടി രാജ്ഭവനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങുകളിലും രാജ്ഭവന്റെ കർശനമായ പഴയ പ്രോട്ടോകോളുകളിൽ വലിയ ഇളവ് വരുത്തിയിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും ഒരേ സമയം തന്നെ സ്റ്റേജിൽ കയറി അണിനിരന്ന് നിൽക്കുകയും ഒപ്പം പാർട്ടിയുടെ ദേശീയ നേതാക്കളും സഖ്യകക്ഷികളുടെ നേതാക്കളും വേദിയിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ നൽകുകയും ചെയ്തു. ഗവർണർ വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ സ്റ്റേജിൽ എല്ലാ നേതാക്കന്മാരും സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. മാത്രമല്ല തമിഴ്നാട്ടിൽ ഓരോ മന്ത്രിമാരും വ്യക്തിപരമായിട്ട് വന്ന് ദീർഘനേരം എടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പകരം മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ മന്ത്രിമാരും ഒരേ സമയം അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പുകളായിട്ട് വേദിയിൽ അണിനിരന്ന് വളരെ പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ രാജ്ഭവന്റെ കടുപ്പമേറിയ പ്രോട്ടോകോൾ നിയന്ത്രണങ്ങളെ മാറ്റി നിർത്തി ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തിനും നേതാക്കളുടെ സാന്നിധ്യത്തിനും മുൻഗണന നൽകുന്ന ഒരു ലിബറൽ ശൈലിയാണ് തമിഴ്നാട് മാതൃക. ഇതാണ് കേരളത്തിൽ വേണമെന്ന് വി.ഡി. സതീശനും ആവശ്യപ്പെട്ടത്. ഗവർണർ തനിച്ച് വേദിയിലിരുന്ന് ഓരോരുത്തരുമായിട്ട് വിളിക്കുന്നതിന് പകരം കോൺഗ്രസ് ദേശീയ നേതാക്കളും യു.ഡി.എഫ് മന്ത്രിമാരും മുൻകൂട്ടി തന്നെ വേദിയിൽ അണിനിരക്കണം. എന്നാൽ കേരളത്തിലെ ലോക്ഭവൻ ഈ തമിഴ്നാട് ശൈലി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെയും പഴയ കർശനമായ പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ ചടങ്ങുകൾ നടത്താനാകൂ എന്ന് വാശി പിടിച്ചതാണ് ഇവിടുത്തെ തർക്കത്തിന് കാരണമായത്. ഈ വെല്ലുവിളിയോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷേ വെല്ലുവിളിയിൽ കോൺഗ്രസ് ജയിക്കുകയും ഗവർണർ തോൽക്കുകയുമാണ് ഉണ്ടായത്.